ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏറ്റാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരൂ. നിത്യ, ഞാനൊരു കാര്യം ചോദിക്കാം. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, ഇടിയും പൊട്ടാൻ തുടങ്ങി. നമ്മുടെ അമ്മമാർ ആദ്യം എന്താ ചെയ്യുക? പുറത്ത് പോയിട്ട് തുണികളൊക്കെ എടുത്തിട്ട് വരും. അതെ, നമ്മുടെ വീട്ടിലുള്ള സമയത്ത് ഇടിമിന്നൽ ഉണ്ടാകുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പുറത്തോട്ട് പോകരുത്, അതുപോലെ ടെറസിലോട്ടൊന്നും പോകരുത്. നമുക്ക് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൂടും. വീടിനുള്ളിലാണെങ്കിൽ നമ്മൾ ഈ ചുമരിലൊന്നും ചാരി നിൽക്കരുത്. കാരണം ചുമരിലൂടെയൊക്കെ പെട്ടെന്ന് കറണ്ട് പാസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് എനർജി, അല്ലെങ്കിൽ ഒരു 300 മില്യൺ വോൾട്ടോളം എനർജി ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിലോട്ട് പാസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചുമരിലൊക്കെ ചാരി നിൽക്കുന്ന സമയത്ത് ഇതിനുള്ള സാധ്യത കൂടും. ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ കുളിക്കരുത്, പാത്രങ്ങളൊന്നും കഴുകരുത്, വെള്ളം ഉപയോഗിക്കരുത്. കാരണം വെള്ളം എന്ന് പറയുന്നത് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് കറണ്ടാണ്. നമ്മൾ പറഞ്ഞു ഇടിമിന്നൽ എന്ന് പറയുന്നത് ഒരു ഹൈ വോൾട്ടേജ് കറണ്ട് ആണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡിസ്കണക്ട് ചെയ്തിടും. അതുപോലെ ഫോൺ കുത്തിവെച്ച് ഉപയോഗിക്കരുത്. വീടിനകത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൂട്ടം കൂടി ഇരിക്കാതിരിക്കുക, ചെരുപ്പ് ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് വീടിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇടിമിന്നൽ ഉണ്ടാകുന്നത് നമ്മൾ പുറത്തുള്ള ഒരു സമയത്താണ് വിചാരിക്കുക. എത്രയും പെട്ടെന്ന് വീടിനകത്തോട്ട് കയറുക, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനകത്തോട്ട് കയറുക. വീടിനകത്തോട്ട് കയറാൻ പറ്റാത്തൊരു സമയത്താണെങ്കിൽ നമ്മൾ കാറുണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറിയിരിക്കുക. അപ്പോൾ നമ്മൾ സേഫ് ആയിരിക്കും. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീട്ടിലോട്ടും കയറാൻ പറ്റില്ല, അതുപോലെ കാറിലോട്ടും കയറാൻ പറ്റില്ല. തുറസ്സായ ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ക്രൗച്ച് പൊസിഷനിൽ ഇരിക്കുക. മുട്ട് മടക്കിക്കൊണ്ട് കാലിൻ്റെ ഫ്രണ്ട് ഭാഗം കുത്തി കൈകൾ രണ്ടും ചെവിയിലോട്ട് വെച്ച് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. അത്തരത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് ഇടിമിന്നൽ ഏൽക്കുന്നതിൻ്റെ ഏരിയ കുറയും. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൻ്റെ സർഫസ് ഏരിയ കുറയും. അപ്പോൾ ഇടിമിന്നൽ ഏൽക്കാനുള്ള സ്ഥലം കുറയും. അപ്പോൾ നമുക്ക് ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാം. ഒരു കാരണവശാലും ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ ഒരുപാട് ഉയരമുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കരുത്. അതുപോലെ തന്നെ കമ്പി വേലികളിൽ, ഇരുമ്പിൻ്റെ സാധനങ്ങളിൽ ഒന്നും ടച്ച് ചെയ്യരുത്. ഇവയൊക്കെ പെട്ടെന്ന് കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. ഇടിമിന്നൽ ഏൽക്കുന്ന സമയത്ത് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡുകളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് സിനാറിയോ എന്ന് പറയുന്നത്, ഒരാൾക്ക് ഇടിമിന്നൽ ഏറ്റിട്ടുണ്ട്, എന്നാൽ അയാളുടെ ബോധം പോയിട്ടുണ്ട്, അയാൾ ശ്വാസം എടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അയാളെ റിക്കവറി പൊസിഷനിലോട്ട് കിടത്തുക. റിക്കവറി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ചെരിച്ച് കിടത്തുക, തല കുറച്ച് ഇങ്ങനെ ബാക്കിലോട്ടാക്കി കിടക്കുക. അപ്പോൾ അവർക്ക് വേഗം ശ്വാസം എടുത്ത് വിടാൻ പറ്റും. രണ്ടാമത്തെ സിനോറിയോ എന്ന് പറഞ്ഞാൽ, അയാൾക്ക് ബോധം പോയിട്ടുണ്ട്, നമ്മൾ നോക്കുന്ന സമയത്ത് അയാൾക്ക് കരോട്ടിഡ് പൾസും ഇല്ല, അതുപോലെ അയാൾ ശ്വാസം എടുക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? CPR കൊടുക്കണം. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വിശദമായിട്ട് എങ്ങനെ CPR ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അതുപോലെ CPR സ്റ്റാർട്ട് ചെയ്യുക. ഇടിമിന്നൽ ഏറ്റ ശേഷം ഒരാൾക്ക് പൊള്ളലുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, റണ്ണിങ് ടാപ്പ് വാട്ടറിൽ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കഴുകുക. അതിനുശേഷം പോയി ഡോക്ടറെ കാണിക്കുക. ഇടിമിന്നൽ ഏൽക്കുന്നത് മൂലമുള്ള മരണങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.